വളരെ വിഷമത്തോടുള്ള ഒരു കാര്യം ഇന്ന് രാവിലെ കേൾക്കാൻ സാധിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഇന്നലെ ബസ്സിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്ന ആ ഒരു മനുഷ്യൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. നാണിക്കേട് മൂലം ഇവിടെ പോലുള്ള സ്ത്രീകൾ കാരണം ചെയ്ത പോക്കൃത്തരങ്ങൾ കാരണം ആ ഒരു വീഡിയോയിൽ അദ്ദേഹം തട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് അത് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കാണോ സംഭവിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു പോസ്റ്റ് വൈറലായതിനു ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇതൊക്കെ ചെയ്യാൻ കാരണക്കാരിയുള്ള ഒരുത്തിയുണ്ടല്ലോ, അവൾ ഈ ഒരു ജന്മത്തിൽ ഇനി ഈ ഒരു പാപത്തിന് അവൾക്ക് മാപ്പില്ല. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ ഈ ഒരു സോഷ്യൽ മീഡിയയിലിട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് കോമാളിയാക്കുന്ന രീതിയിൽ വരെ ആക്കി ഇവൾക്കൊന്നും ഇനി ഒരിക്കലും ദൈവം എന്ന് പറയുന്ന ശക്തിയുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കത്തില്ല. അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്. ഒരു കാര്യം ആലോചിക്കുക, ഒരു കാര്യം തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത്രയ്ക്ക് നിങ്ങൾക്ക് ബോധ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ചെന്ന് സംസാരിക്കാം. ആ ബസ്സിലുള്ള ഒരാളും നിങ്ങൾ പറഞ്ഞിട്ടില്ല, അവിടെ ഒരു പ്രശ്നവുമില്ല. ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയുടെ വീഡിയോ നിങ്ങൾ ഒന്നും പിന്നും ആലോചിക്കാണ്ട് എടുത്ത് വൈറലാക്കിയിട്ടുണ്ടല്ലോ. ആ ഒരു വീഡിയോ ഒരു തവണ പോരാഞ്ഞിട്ട് രണ്ടാമത്തെ തവണ ആ ഒരു സ്ത്രീ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതും 1.4 മില്യൺ കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ സെയിം വീണ്ടും പോയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ആണിന്റെ ജീവിതത്തിനും ഇപ്പൊ വിലയില്ലാന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഇപ്പൊ പുരുഷന്മാർക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതേപോലുള്ള കുറെ ലേഡീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നാളെ നിങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും വരുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണം. മുഖത്ത് കുറെ പുട്ടിയിട്ട് കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ വൈറലാക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ട്രെൻഡിങ്ങിലായിട്ട് ബസ്സിൽ കയറുക, ഫോൺ ഓൺ ആക്കുക, സെൽഫി പോലെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവർ അറിയാണ്ട് അവരുടെ വീഡിയോസ് എടുക്കുക, ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കുടുംബമുണ്ടോ കുട്ടികളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാണ്ട് സ്വന്തം കാര്യം മാത്രം റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് മോശപ്പെടുത്തുക, അപകീർത്തിപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കുറെ ലേഡീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെമാർക്ക് ഓർത്തോളൂ, നിനക്കൊക്കെ ഇതിനുള്ള പണി താമസിച്ചത് കിട്ടുന്നതായിരിക്കും. ബസ്സിൽ കയറുന്ന പല പെണ്ണുങ്ങൾ കാണും, പല ആണുങ്ങളുടെ ജീവിതം തകരുകയാണ്, ജീവിതവും ഒക്കെ ഇവിടെ തകർന്നടിയാണ്. അവരുടെ സ്വപ്നങ്ങളും ഒക്കെയാണ് ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ഒരു വീഡിയോയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സമൂഹത്തിന്റെ മുന്നിലേക്ക് അവർ നാരായണക്കല്ല് എടുക്കുകയാണ്. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കട്ടെ. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞ് ഇറങ്ങരുത്. ഒരു കുടുംബത്തിലെ കുടുംബനാഥനെയാണ് ഒരിറ്റ വീഡിയോ കൊണ്ട് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തെ തിരിച്ചു കിട്ടും. ഇപ്പൊ നഷ്ടപ്പെട്ടതാർക്കാം? ആ ഒരു കുടുംബത്തിനാണ്, അവരുടെ മക്കൾക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു നിയമ നടപടി ഇവിടെ എടുക്കുന്നില്ല. ഒരു തവണ ഒരു ശിക്ഷ ഒരാൾക്ക് കൊടുത്തിരുന്നെങ്കിലോ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കത്തില്ല. കുടുംബത്തിൽ പറഞ്ഞ ഒരാണും ഇത് സഹിക്കത്തില്ല. കാരണം അത് കാണിക്കേണ്ടതാണ്, അവർ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കേണ്ട വ്യക്തികളാണ്. ഇവർക്കെതിരെ നല്ല നല്ല ശിക്ഷകൾ കൊടുക്കണം. കാരണം ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ ജീവൻ എടുക്കാനല്ല അത് തന്നേക്കുന്ന. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് മോശമായിട്ടുള്ള രീതിയിൽ ഒരു മനുഷ്യനെ ചിത്രീകരിച്ച് ആ ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കാനല്ലേ ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം കൊടുത്ത്